എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു വയോജന നയം വന്ന സ്റ്റേറ്റ് ഏതാണ്? കേരളമാണ്. ഇപ്പൊ കേരള സർക്കാർ അത് പുറത്തു കൊണ്ടുവന്നു. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തു. ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടൊരു നഗര നയം കൊണ്ടുവന്നിരിക്കുന്നു കേരള സർക്കാർ. ഇതൊക്കെ ആരാ നടപ്പാക്കാൻ പോണത്? നടപ്പാക്കാൻ പോകുന്നത് തുടർ വരുന്ന LDF സർക്കാരാണ്. എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. ആവൽ തന്നെ വന്നിരുന്ന ഓരോരോ ഉപദേശങ്ങൾ. ഞങ്ങൾ വെച്ച ഏതെങ്കിലും ഒരു പദ്ധതിക്ക് മേലെ ഒരു വാക്ക് പറയാൻ ഈ കോൺഗ്രസിന് പറ്റുമോ? BJPക്ക് പണ്ടേ പറ്റത്തില്ല, കോൺഗ്രസിന് പറ്റുമോ? ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട. ടെക്നോ പാർക്ക് പോലും കുഞ്ഞാലിക്കുട്ടി ഉണ്ടാക്കിയെന്ന് നുണ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിലുണ്ട്. മറിച്ച് ആരാണ് കേരളത്തിൽ ഈ ടെക്നോ പാർക്ക് ഉണ്ടാക്കിയത്? അതിന്റെ വികസനം എവിടെ വരെ നിൽക്കുന്നു? ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. ഇതൊക്കെ നാട്ടുകാരോട് പറയാൻ ആരെങ്കിലും ഇറക്കി തിരിച്ചാൽ ഞങ്ങളുടെ കുമിള പൊട്ടും. VD സതീശന്റെ കുമിള പൊട്ടും. ആ കുമിള പൊട്ടുമെന്ന് പേടിയിട്ടാണ് കോടതിയിൽ കേസുമായിട്ട് KSUക്കാർ പോയത്. നിനക്ക് എന്തിന്റെ അസുഖമാടാ? രാവിലെ ഇന്ന് ഗോതമ്പ് ദോശ കുത്തുന്നു. ആ കേസിലെ ഹൈക്കോടതി ഉൾപ്പെടുത്ത വിധി നിയമപരമായി നിലനിൽക്കുന്നതല്ല. ആ കേസിൽ ഒരു വാചകം എഴുതിയിട്ടുണ്ട് കോടതി. ഈ പരാതിക്കാർക്ക് ലോക്കൽ സ്റ്റാൻഡ് ഉണ്ടോ ഇല്ലെന്ന ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞ എന്താണ്? അടിച്ചു മാറ്റി. ആരടിച്ചു മാറ്റി? ആരടിച്ചു മാറ്റിയത്? ശബരിമലയില് കൊടിമരം ഉണ്ടാക്കിയ സ്വർണ്ണം അടിച്ചു മാറ്റിയ കേസ് വേറെ ഉണ്ട്. അത് വന്നിട്ടുണ്ട്. അകത്ത് പോകാൻ പോവാണല്ലോ. ആരാ അടിച്ചു മാറ്റിയത്? സർക്കാരിന്റെ കാര്യം ഇവിടെ മിണ്ടി പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. ഞാൻ തലയുയർത്തി നിൽക്കുന്നതിന് കാരണം എന്താ അറിയോ? കേരളത്തിലെ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോ ആരാ പണം കൊടുത്തത്? ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രവർത്തകന്മാരും ഞങ്ങളുടെ പാർട്ടി അംഗങ്ങളും ഞങ്ങളുടെ കമ്മിറ്റികളും എത്ര കോടി കൊടുത്തെന്നറിയോ? തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ? ഇനി തള്ളല്ലേ, താങ്ങൂ. ഇപ്പൊ ഈ ഏറ്റവും അവസാനം വരുന്ന ഈ വയനാടുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 100 കോടി രൂപ CPM കൊടുത്തിട്ടുണ്ട്. CPMന്റെ ഘടകങ്ങൾ, വർഗബഹുജന സംഘടന. ഞങ്ങൾ 100 കോടിയോളം അങ്ങോട്ട് കൊടുത്തെന്ന് മാത്രമല്ല, DYFക്കാർ 20 കോടി പിരിച്ചു കൊടുത്തു. ആ ഞങ്ങളെ കുറിച്ചാണ്. സർക്കാരിന്റെ സമ്പത്ത് ദുർവ്യയം ചെയ്യുന്നു, പാർട്ടിക്കാർക്ക് വേണ്ടി അടിച്ചു മാറ്റുന്നു. ആരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വയനാട്ടിൽ കാശ് പിരിക്കാൻ വേണ്ടി സ്വന്തമായിട്ടൊരു ആപ്പ് ഉണ്ടാക്കി KPCC. ആ ആപ്പ് വിഴുങ്ങി. ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? ആപ്പ് വിഴുങ്ങിയിട്ട് അതിപ്പോ എവിടെയാ കിടക്കണത്? KPCC പ്രസിഡന്റ് തൊണ്ടയില് പരമശിവന്റെ ആ നീല കിടക്കണ പോലെ ഒരാപ്പ് KPCC പ്രസിഡന്റ് തൊണ്ടേ കിടപ്പുണ്ട്. ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുതൽ. പിന്നെ പ്രളയത്തിന് 1000 വീട് ആരുടെ തൊണ്ടല്ല ഇപ്പൊ ഇരിക്കണത്? വിഴുങ്ങിന്നോ? സഖാക്കൾ വിഴുങ്ങിന്നോ? ഒരു ചർച്ച വന്നിട്ട്, ഒരു അന്തസ്സായ ചർച്ച വന്നിട്ട് നിങ്ങൾ ആരെങ്കിലും കനപോലും എഴുതി തന്നത് ഇങ്ങോട്ട് വിളമ്പാൻ വന്നാലേ ഞങ്ങളാരും ഇരുന്ന് തരാൻ സൗകര്യപ്പെടുക. താൻ വന്ന വഴി ഏതാണ്ട് തനിക്ക് നിശ്ചയമുണ്ടോ ഉത്തമ? ഈ മുണ്ട് മുറുക്കി ഉടുക്കാൻ പറഞ്ഞത് AK ആന്റണിയാണ് ആദ്യം പറഞ്ഞത്. ശരിയൊക്കെയാണ്. അതിന് മുമ്പത്തെ നയനാർ മന്ത്രിസഭയുടെ സമയത്ത് സകലമാന നികുതിയും കളക്ട് ചെയ്ത് കൊള്ളയടിച്ചിട്ട് പോയതിനു ശേഷം വന്ന സർക്കാരിന് ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടിയ കാലത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അതിനുശേഷം ഈ മുണ്ട് മുറുക്കി ഉടുക്കൽ സ്ഥിരമായി പറയുന്ന 2 ആളുകളുണ്ട്. ഒന്ന് തോമസ് ഐസക്കും, 2 KN ബാലഗോപാലുവ. 2ഉം പിണറായി വിജയന്റെ 1ഉം 2ഉം സർക്കാരിലെ ധനകാര്യമന്ത്രിമാരാ. എത്രയോ വട്ടം അവർ പറഞ്ഞതിന്റെ തെളിവുകൾ ഞാൻ ഹാജരാക്കണം. അപ്പൊ അവര് പറഞ്ഞ മുണ്ട് മുറുക്കി ഉടുക്കല് വേറെ എന്തെങ്കിലും സാധനമാണോ? മുണ്ടല്ലേ? അപ്പോ AK ആന്റണി പറഞ്ഞ മുണ്ടിനെ കുറിച്ച് മാത്രമേ അനിൽകുമാർ കേട്ടിട്ടുള്ളോ? ഞാൻ പറയട്ടെ അനിൽകുമാറെ, അസ്വസ്ഥമാകും. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാലും നിങ്ങളോ ഞാനോ പറയുന്നത് ശരിയെന്ന് പൊതുസമൂഹം തീരുമാനിക്കട്ടെ, നിങ്ങളുടെ സഖാക്കന്മാർ തീരുമാനിക്കട്ടെ. നിങ്ങൾ എത്ര ആക്ഷേപിച്ചാലും എത്ര കളിയാക്കിയാലും നിങ്ങളുടെ സഖാക്കന്മാർ തീരുമാനിക്കട്ടെ. ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് തെരഞ്ഞെടുപ്പിലൂടെ മാത്രമല്ലേ തെളിയിക്കാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എപ്പോഴാ തെളിയിക്കാൻ പറ്റുക? നിങ്ങൾ എന്തായാലും സമ്മതിച്ചു തരില്ല. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നിങ്ങൾ പറയുന്ന പ്രോഗ്രസ് റിപ്പോർട്ട്, അനിൽകുമാർ, നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്താ? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അറിഞ്ഞിട്ട് 6 വർഷക്കാലം സംരക്ഷിച്ചതോ? അതിനുശേഷം ആഗോള സംഗമം നടത്തി അതിന്റെ പേരിലും കോടികൾ കൊള്ളയടിച്ചതോ? അവിടെ മേടിച്ച കിടക്ക വരെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയതോ? ഊരാളുങ്കൽ സൊസൈറ്റിയെ മറയാക്കിക്കൊണ്ട് നിരന്തരം ടെൻഡർ ഇല്ലാതെ പദ്ധതികൾ കൊടുത്ത് കോടികൾ കൊള്ളയടിച്ച് CPMന്റെ പ്രചരണത്തിന് പണം ആർജിക്കുന്നു. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. പിൻവാതിൽ നിയമനം, ധൂർത്ത്, അഴിമതി, കുടുംബശ്രീ ക്യാൻറ്റീൻ മുതൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ തസ്തികയിൽ വരെ സഖാക്കന്മാരുടെ ഭാര്യമാരെ തിരികെ കയറ്റുന്ന പിൻവാതിൽ നിയമനം. അതാണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്. PPE കിറ്റ് പർച്ചേസ് ചെയ്തതിൽ 1000 കോടി, മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ 1200 കോടി, കാലാവധി കഴിഞ്ഞ മരുന്ന് തിരിച്ച 1650 കോടി രൂപയുടെയൊക്കെ അഴിമതി നടത്തിയതാണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്. ആശുപത്രിയിൽ ഇടിഞ്ഞ് രോഗികൾ മരിക്കുന്നത് അതാണോ? ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെക്കപ്പെടുന്നു. കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാ വരുന്നത്. 6 ദിവസക്കാലം നോക്കാൻ ആളില്ലാതെ മരിച്ച വേണുവിന്റെ മരണമൊഴി, ഈ കഴിഞ്ഞ ദിവസം മരിച്ച നവജാത ശിശുവിന്റെ മരണം, കൈക്ക് പരിക്കേറ്റിയെന്ന കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്നത്,
കാലിന് പരിക്കേറ്റ് എന്ന ആളുടെ നാവ് മുറിച്ചു മാറ്റുന്നത്, വയറ്റിൽ കത്രിക വെച്ച് കൊടുത്തു വിട്ടുന്നത്, മരുന്ന് ക്ഷാമം, ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട്? വിദ്യാഹ്ലാദത്തോടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എത്ര പാവപ്പെട്ടവരുടെ കണ്ണീരിന്റെ രുചി ഉണ്ടെന്ന് ഓർത്തിട്ടുണ്ടോ? അപ്പോൾ സർക്കാരുകൾ ഭരിക്കുമ്പോൾ കുറവുകൾ സംഭവിക്കും. പക്ഷേ ഈ കുറവുകൾ ഒന്നും സമ്മതിക്കാതെ അതൊക്കെ സിസ്റ്റത്തിന്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് നേട്ടങ്ങൾ മാത്രം നിങ്ങളുടേതാണ്, നിങ്ങൾ മാത്രമാണ് ഒന്നാം നമ്പർ എന്ന് പറയുന്ന ആ പരിപാടിയുടെ പേരാണോ ഈ പ്രോഗ്രസ് റിപ്പോർട്ട്? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിർമ്മാണ തൊഴിലാളികൾക്ക്, കർഷക തൊഴിലാളികൾക്ക്, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക്, അതുപോലെ മോട്ടോർ തൊഴിലാളികൾക്കൊക്കെ ക്ഷേമനിധികൾ കൊടുക്കാതായിട്ട് 1.5 വർഷത്തിലധികമായി. നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? അതിലും ബഹുഭൂരിപക്ഷം CPM-കാരാ. നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? മറുപടി ഇല്ലല്ലോ. ഇനി ഞാൻ ചോദിച്ചത്, നവകേരള സർവേയുടെ പേരിൽ നിങ്ങൾ നടത്തിയ രാഷ്ട്രീയ പ്രചരണത്തിന് കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് 20 കോടി രൂപ ചെലവഴിച്ചത് നൈതികമായി, ധാർമ്മികമായി, നിയമപരമായി തെറ്റാണ്. അതിനെക്കുറിച്ച് താങ്കൾക്ക് മറുപടിയില്ല. അപ്പൊ താങ്കൾ പറയാ ശബരിമലയിൽ ജയിലിൽ പോകാൻ പോകുന്നവർ, കൊടിമരത്തിന്റെ പേരിൽ ജയിലിൽ പോയവർ ആരാ? ആ പത്മകുമാർ ആരാ? വാസു ആരാ? ഇതൊക്കെ ആരാ നിൽകുമാറേ? കോൺഗ്രസിന്റെ KPCC മെമ്പർമാരല്ലോ, CPM-ന്റെ നേതാക്കന്മാരല്ലേ? ആ കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ട് പോകാൻ പോകുന്നവരുടെ ആ ജാതകം തിരയാൻ പോയാൽ ഇനി താങ്കൾ പറഞ്ഞു ആ വയനാട്ടിൽ ആപ്പ് ഉണ്ടാക്കിയത് വിഴുങ്ങിയെന്ന്. ആപ്പ് തൊണ്ടേ കുടുങ്ങിയ പോലെയാണ് താങ്കൾ സംസാരിച്ചത്. കാരണം എല്ലാ കാര്യത്തിനും കനകോലുവാണ് പ്രശ്നം. നിങ്ങൾക്ക് കനകോലുവിനെ ഒരാളെ വേണം നിങ്ങൾക്ക് ചാരാൻ. നിങ്ങൾക്ക് കിണർകോല് എഴുതി തരുന്ന ആ മറ്റേ ഇതില്ലേ സ്ക്രിപ്റ്റ്, അതാണ് പരാജയപ്പെടുന്നത്. ജനങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. അവൻ പറഞ്ഞ നേരാ. സർക്കാർ വയനാട്ടിൽ ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഭരണമില്ലാത്ത സംഘടന, പ്രതിപക്ഷത്തെ സംഘടനയല്ലേ, ഞങ്ങൾക്ക് ഫണ്ട് കളക്ട് ചെയ്യുന്നതിൽ പോരായ്മയുണ്ട്, ഞങ്ങൾ അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നുള്ളൂ, പല തടസ്സങ്ങളുണ്ട്. നിങ്ങൾ സർക്കാർ അവിടെ ഇതുവരെ എത്ര വീട് തിരിച്ചു വെച്ചു കൊടുത്തു? 1.5 കൊല്ലമായില്ലേ? DYFI ഫണ്ട് കൊടുത്തു, സമ്മതിച്ചു. അതുപോലെ ഈ നാട്ടിലെ, ഈ നാടിന് പുറത്തുള്ള ആളുകളും കോടിക്കണക്കിന് മനുഷ്യർ കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിലേക്ക്, ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. CPM എത്ര വീട് വെച്ചു? ഒന്നും ചെയ്യാത്ത CPM എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആക്ഷേപിക്കുന്നു. കോൺഗ്രസ് അവിടെ ഭൂമി ഏറ്റെടുത്തു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി. നിങ്ങൾ എന്ത് ചെയ്തു? സർക്കാർ ചെയ്യുന്നത് നിങ്ങളുടെ അല്ല, സർക്കാർ കേരളത്തിലെ എല്ലാവരുടേതുമാണ്. സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം കൊടുക്കുന്നത് എല്ലാവരുമാണ്, CPM-കാരല്ല. എന്താ ആ പ്രതീക്ഷയും തകർന്നു? പ്രളയ ഫണ്ട് തട്ടിയെടുത്തതിന്റെ പേരിൽ ജയിലിൽ പോയത് സഖാക്കന്മാരല്ലേ? വയനാട് ദുരിതാശ്വാസ ഫണ്ടിന് വേണ്ടി പിരിച്ച ബിരിയാണി ചലഞ്ചിൽ ജയിലിൽ പോയത് DYFI-യുടെ ആലപ്പുഴയിലെ സഖാക്കന്മാരല്ലേ? എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇനി രക്ഷയില്ല, നമ്മൾ അവസാനം അടുത്തു. കുഴപ്പമുണ്ടാക്കുന്നവരും തെമ്മാടിത്തരം ചെയ്യുന്നവരും എല്ലായിടത്തും ഉണ്ടെന്നേ. അത് മാത്രം വിപുലീകരിച്ച്, അതിനെ മാത്രം പർവ്വതീകരിച്ച് ആക്ഷേപിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്നില്ല. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. പിന്നെ ഹരിയാനയിൽ കോൺഗ്രസ് തോറ്റു, പ്രതിപക്ഷത്ത് കോൺഗ്രസാ. നിങ്ങൾ എവിടെയുള്ളേ? ബീഹാറിൽ കോൺഗ്രസ് തോറ്റു, ഞങ്ങളുണ്ട് അവിടെ പ്രതിപക്ഷത്തും സമരത്തിലും. നിങ്ങൾ എവിടെയുണ്ട്? ഇന്ത്യയിൽ എവിടെയുണ്ട് നിങ്ങൾ? നിങ്ങൾ 33 കൊല്ലം ഭരിച്ച ബംഗാളിലെ ആളുകൾ ഇവിടെ MP ഗോവിന്ദന് ജയ് വിളിക്കാൻ വരാല്ലേ? ഇനി കേരളത്തിലെ ഈ സഖാക്കന്മാർ തുടർഭരണം നഷ്ടപ്പെട്ടാൽ എവിടെ പോയി പോരാട്ടം? അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ? ത്രിപുരയിലെ ആളുകൾ അങ്ങനെ തന്നെ BJP ആയി. ബംഗാളിലെ ആളുകൾ ഇവിടെ വന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. നിങ്ങൾ ഇവിടെ തോറ്റാൽ എവിടെ പോയി പൊറോട്ട അടിക്കും? ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു പദ്ധതിയും തുടർഭരണം നിങ്ങൾക്ക് കിട്ടൂല. ഇവിടെ UDF അധികാരത്തിൽ വരുമ്പോ നിങ്ങളുടെ ഒരു പദ്ധതിയും ഞങ്ങൾ നടപ്പാക്കൂല. അതെല്ലാം കൈയോടെ പിടിച്ച് ഒക്കത്തിനെ പിടിച്ചകത്ത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് തുടർഭരണം കിട്ടണമെന്ന്. ആ തുടർഭരണം കൂടി കിട്ടിയാൽ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ നിലവറയിലോ ഈ നിലവറയിലെ സ്വർണ്ണം മുഴുവൻ ചെമ്പാക്കി മാറ്റാൻ വേണ്ടി വാസുവിനെ കൊണ്ടുവരുത്താൻ. നിങ്ങൾക്ക് എന്തിനാ തുടർഭരണം? നിങ്ങൾക്ക് ഏത് സാധാരണക്കാരന് എന്ത് സേവനം ചെയ്തതിന്റെ പേരില തുടർഭരണം നിങ്ങൾ അവകാശപ്പെടുന്നത്? എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത്? അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ? ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യം സ്വിച്ച് അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.